ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യൂദാസും അനുചരന്മാരും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടു. ഇതൊരു സൈമൾട്ടേനിയസ് ആക്ഷനാണ്. ശത്രുവിനെ നേരിടാൻ പോകുന്നതിന് മുമ്പല്ല, ശേഷമല്ല, ശത്രുവിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ചങ്കിൽ ആയുധബലമായി ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മൾ പരാജയപ്പെടുന്ന ഇവിടെയാണ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും, അതിന് മുമ്പ് പ്രാർത്ഥിക്കും, അതിന് ശേഷം ഓർക്കും. പക്ഷേ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിരന്തര ദൈവസാന്നിധ്യ സ്മരണ. യൂദാസും അനുചരന്മാരും ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയം അകത്ത് ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആയുധം കയ്യിൽ, ആത്മാവ് തീയിൽ. ആയുധം കയ്യിൽ, ആത്മാവ് ദൈവസാന്നിധ്യത്തിൻ്റെ തീയിൽ. ഇതാണ് വിജയമന്ത്രം. ഇത് വിട്ടുപോകുന്നതാണ് നമ്മുടെ പരാജയം. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോ മിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29 വൈകുന്നേരം 5 മണി മുതൽ 31 ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.